സമയം റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. വിശദാംശങ്ങളുമായി സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, തൃശ്ശൂരിൻ്റെ പല ഭാഗങ്ങളിലും കനത്ത മഴ പെയ്യുന്നു. ഒരുപാട് പ്രേക്ഷകർ യൂട്യൂബിൽ സന്ദേശങ്ങൾ അയക്കുന്നു. പറയൂ വിവരങ്ങൾ. ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം തൃശ്ശൂരിൽ കനത്ത മഴ. അതായത് 1 മണിക്കൂർ ആകുന്നതേ ഉള്ളൂ, 1 മണിക്കൂർ തികഞ്ഞിട്ടില്ല. അതിനുള്ളിൽ തന്നെ മുട്ടറ്റം വെള്ളം കയറിയ അവസ്ഥ ദൃശ്യങ്ങളിൽ കാണാം. വടക്കേ സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങി ഈ ഷൊർണൂർ റോട്ടിലേക്ക് വരുന്ന ആളുകളുടെ ദയനീയ അവസ്ഥയാണ് ഈ കാണുന്നത്. ഒറ്റ മഴയിൽ മുങ്ങുന്ന നിലയിലേക്ക് തൃശ്ശൂർ നഗരം മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ റോഡിലെ വെള്ളക്കെട്ട് മാത്രമല്ല, ഇതിന് സമാന്തരമായി വീടുകളുണ്ട്. ആ വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല ആളുകളും ജോലിക്കൊക്കെ ആയി എത്തിയ ആളുകളാണ്. അവരാണ് ഈ മുട്ടറ്റം വെള്ളത്തിൽ നനഞ്ഞു കുളിച്ച് ഓഫീസുകളിലേക്ക് പോകുന്നത്. പലവിധ ആവശ്യത്തിനെത്തിയ ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം ഈ മഴ ശക്തമായി 2 തവണ സമാനമായ സാഹചര്യത്തിൽ ഇവിടെ എല്ലാം വെള്ളം കയറിയ സമയത്ത് ഈ തൃശ്ശൂർ കോർപ്പറേഷനും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും എല്ലാം പറഞ്ഞിരുന്നത് അടിയന്തരമായി പ്രശ്നങ്ങൾ പരിഹരിക്കും, അതിനുവേണ്ടി ദ്രുതഗതിയിലുള്ള കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒന്നും ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. നിരവധി പേരാണ് ഇത്തരത്തിൽ ഇവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം എന്ന് നമുക്ക് തോന്നുന്നു. ചേട്ടാ, ഭയങ്കര ബുദ്ധിമുട്ടിലാണല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ജോലിക്കായിട്ട് ഇറങ്ങിയതാണ്? ജോലിക്ക് ഇറങ്ങിയതാണ് ഞങ്ങളുടെ ഓഫീസർ. അതാണ് എസ് കെ. ആ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വീടുകളിലേക്ക് കൂടി വെള്ളം കയറി തുടങ്ങിയ ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ഈ ഓഫീസുകളിലേക്കും മറ്റുമായി എത്തിയ ആളുകളാണ് ഈ മുട്ടറ്റം വെള്ളത്തിൽ ഇങ്ങനെ തുഴഞ്ഞ് ജോലി സ്ഥലത്തേക്ക് എത്തേണ്ട സ്ഥിതിയിലേക്കുള്ള. പ്രത്യേകിച്ച് വടക്കേ ബസ് സ്റ്റാൻഡാണ്. നിരവധി ബസ്സുകൾ വന്നിറങ്ങുന്ന തൃശ്ശൂരിന്റെ 2 ബസ് സ്റ്റാൻഡുകളിൽ പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡ് തന്നെയാണ്. 100 കണക്കിന് ആളുകളാണ് പ്രതിദിനം ഈ ഓഫീസ് ടൈമിലെല്ലാം അവിടെ എത്തുന്നത്. അവരെല്ലാവരും ഈ ഷൊർണൂർ റോട്ടിലേക്ക് വരണമെങ്കിൽ ഈ മുട്ടറ്റം വെള്ളത്തിൽ നീന്തി വേണം വരാൻ. ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറുന്ന ദൃശ്യങ്ങളാണ്. ഒറ്റ മഴയിൽ 1 മണിക്കൂർ പോലും തികഞ്ഞിട്ടില്ല. അതിനുള്ളിൽ തന്നെ ഒറ്റ മഴയിൽ തൃശ്ശൂർ നഗരത്തിലെ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറിയതിന്റെ ദൃശ്യമാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഒരാഴ്ച മുമ്പ് മഴ പെയ്ത സമയത്ത് നമ്മളെല്ലാവരും ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നിലേക്ക് ഈ വാർത്ത എത്തിച്ച് അടിയന്തര ഇടപെടൽ വേണമെന്ന് തൃശ്ശൂർ കോർപ്പറേഷനോടൊക്കെ ആവശ്യപ്പെട്ടതാണ്. വലിയ പ്രതിഷേധം അത് പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തിയതാണ്. അന്ന് പറഞ്ഞത് അടിയന്തരമായി എല്ലാത്തിനും പരിഹാരം കാണും എന്നതാണ് പറഞ്ഞത്. പക്ഷേ എല്ലാം പാഴ്വാക്കായി. മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ വന്ന വീഴ്ച, ആ വീഴ്ചയിൽ അങ്ങനെ തൃശ്ശൂർ നഗരവും മുങ്ങുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രളയ സമയത്ത് പോലും വെള്ളം കയറാതിരുന്ന ഇടങ്ങളാണ് ഇതെല്ലാം. ആ ഇടങ്ങളിലാണ് ഇപ്പോൾ ഈ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇവിടെ ഞാൻ നിൽക്കുന്നതിന് പുറകിൽ ഒരു വീടുണ്ട്. ആ വീട് ഏകദേശം നല്ലതുപോലെ വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. ഈ ഗേറ്റ് കടന്നു വന്നാൽ നമ്മുടെ ക്യാമറമാൻ ബിനേഷ് ബാബുരാജ് ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണിച്ചു തരും. ആ വീടിരിക്കുന്നത് കുറച്ച് താഴ്ന്നാണ്. ആ വീട്ടിലേക്ക് വീടിന് ചുറ്റും വെള്ളം കയറി കഴിഞ്ഞു. എപ്പോൾ വേണമെങ്കിലും, അതായത് ആ ഗേറ്റിൽ വെള്ളം തട്ടി നിൽക്കുകയാണ്. ആ വീട്ടിലെ വെള്ളത്തിന്റെ ലെവലും ഈ ഗേറ്റിന്റെ വെള്ളത്തിന്റെ ലെവലും കണ്ടു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് മനസ്സിലാകുമെന്ന് തോന്നുന്നു. ഏത് നിമിഷവും ആ വീട്ടിലേക്ക് വെള്ളം കയറാം. ആ വീട്ടിൽ ആളുകളുണ്ട്. കഴിഞ്ഞ 2 മഴയിലും ഈ വീടിനകത്തേക്ക് വെള്ളം ഇരച്ചെത്തി എന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളിൽ കാണുന്ന ആള് നിൽക്കുന്ന ഭാഗത്ത്, ആ വീട്ടിലെ ആളുകൾ നിൽക്കുന്ന ഭാഗത്ത് കുഴിയാണ്. അതായത് വീട് കുറച്ച് താഴ്ന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റ മഴയിൽ ഈ വീടിനകത്തേക്ക് വെള്ളം കയറും. അങ്ങനെ തൃശ്ശൂർ നഗരത്തിന്റെ വിവിധ മേഖലകളിൽ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വടക്കേ ബസ് സ്റ്റാൻഡാണ്. ഇതിന് പുറകുവശത്താണ് ഈ അശ്വിനി ആശുപത്രി ഉള്ളത്. ഏത് നിമിഷവും ഈ അശ്വിനി ആശുപത്രിയിലേക്ക് അടക്കം ഈ സാഹചര്യമാണെങ്കിൽ വെള്ളം ഇരച്ചെത്തുന്ന സാഹചര്യമാണുള്ളത്. ഓക്കെ, താങ്ക് യു. സൂരജ് സജിയാണ്. തൃശ്ശൂരിൻ്റെ പല ഭാഗങ്ങളിലും കനത്ത മഴയാണ്. വടക്കേ ബസ് സ്റ്റാൻഡിലും വെള്ളം കയറി, അതുപോലെ ചില വീടുകളിലൊക്കെ വെള്ളം കയറി. വെള്ളക്കെട്ട് 1 മണിക്കൂർ തുടർച്ചയായി മഴ പെയ്തപ്പോൾ തൃശ്ശൂർ നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്.